ഉത്തർപ്രദേശിൽ നടക്കുന്ന മഹാകുംഭമേളയെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് നാൾക്ക് നാൾ ഓരോ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. കുംഭമേളയുടെ ഗംഗയിലെ വെള്ളം മുങ്ങാൻ കൊള്ളില്ല, അതിൽ നിറയെ ബാക്ടീരിയകളാണെന്നും അതിൽ കുളിച്ചാൽ ചൊറി വരും എന്നിങ്ങനെയുള്ള പല ടൈപ്പിലുള്ള നരേറ്റീവുകൾ നമ്മുടെ രാജ്യത്തും നമ്മുടെ കേരളത്തിൽ തന്നെ പല ആൾക്കാരും പടച്ചുവിടുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം അവഗണിച്ചുകൊണ്ടും തൃളവൽക്കരിച്ചുകൊണ്ടും പല ആൾക്കാരും ഉത്തർപ്രദേശിലേക്ക് ഇരച്ചെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിച്ചത്. അതേസമയം ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥ് പറയുന്നത് 3 ലക്ഷം കോടിയാണ് കുംഭമേളയുടെ വരുമാനം എന്നാണ്. എന്നാൽ കേരളത്തിലുള്ള പല ന്യൂസ് ചാനലുകളും ഉത്തർപ്രദേശിലെ പല ആൾക്കാരെയും പോയി കണ്ട് പേഴ്സണലായി അവരുടെ ബൈറ്റുകൾ എടുത്ത് അവർക്ക് ശമ്പളം കിട്ടുന്നില്ല, അവർക്ക് താമസിക്കാൻ ഇടമില്ല എന്നിങ്ങനെയുള്ള പല നറേറ്റീവുകളും കേരളത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ $21 മില്യൺ US ഡോളർ, അതായത് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ, ഈ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നക്കി തിന്നാനായി $21 മില്യൺ US ഡോളറാണ് അമേരിക്ക കൊടുത്തത്. അത് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനാണ്. ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ട്രംപ് തന്നെ, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ വെളിപ്പെടുത്തിയതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ മാധ്യമങ്ങൾ കൊടുക്കുന്നത് എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് പ്രേക്ഷകർക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ. എന്തായാലും ഉത്തർപ്രദേശിൽ നിന്ന് ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ച, നമ്മുടെ കേരളത്തിൽ ഏറ്റവും ആഘോഷിക്കപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ ഗംഗയിൽ മുങ്ങുന്ന, അതായത് പ്രയാഗ്രാജിലെ ഗംഗാജലത്തിൽ നിറയെ ബാക്ടീരിയകളാണ്, ഫീസൽ ബാക്ടീരിയയാണ് എന്നാണ് പ്രചരിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ പോയി മുങ്ങാൻ കൊള്ളില്ല എന്നാണ് കേരളത്തിൽ പ്രചരിച്ച വാർത്ത. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം തകർക്കാൻ ശ്രമിച്ചവർക്ക് മുമ്പിൽ വലിയ രീതിയിൽ തല ഉയർത്തി നിൽക്കുകയാണ് കുംഭമേള. 3 വേൾഡ് റെക്കോർഡുകൾ ഉടനെ തന്നെ കുംഭമേളയിൽ ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ ഒരു വേൾഡ് റെക്കോർഡ് ശുചിത്വത്തിൻ്റെ പേരിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഈക്കോളൈ ബാക്ടീരിയ അല്ലെങ്കിൽ ഫീസൽ ബാക്ടീരിയയുടെ വിഷയം ആഘോഷിക്കുന്ന മതമൗലികവാദികളുടെ കരണത്തെറ്റ അടിയാണ് ഈ ലോക റെക്കോർഡ് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹമില്ല. 2 ദിവസത്തിനുള്ളിൽ 3 ലോക റെക്കോർഡുകൾ സൃഷ്ടിക്കാനാണ് കുംഭമേള ഒരുങ്ങുന്നത്. ഫെബ്രുവരി 24 നടക്കുന്ന മഹാകുംഭമേളയിൽ 2 ലോക റെക്കോർഡുകളാണ് പിറക്കാൻ പോകുന്നത്. ഗംഗാഘട്ടിൽ 10 കിലോമീറ്റർ ദൂരത്തിൽ 15,000 ശുചീകരണ തൊഴിലാളികൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. ഇതാണ് ഏറ്റവും വലിയൊരു ലോക റെക്കോർഡ്. ഇതിൽ ആദ്യത്തെ റെക്കോർഡ് മഹാകുംഭമേളയുടെ പരേഡ് ഗ്രൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ത്രിവേണി മാർഗിൽ 1000 റിക്ഷകൾക്ക് പകരം 550 ഷട്ടിൽ ബസ്സുകൾ സർവീസ് നടത്തി റെക്കോർഡ് സൃഷ്ടിക്കും. അതാണ് രണ്ടാമത്തെ റെക്കോർഡ്. ഫെബ്രുവരി 25 10,000-ഓളം ഹാൻഡ് പ്രിന്റിംഗ് നടത്തിയും റെക്കോർഡ് സൃഷ്ടിക്കും. ഈ മാസം 14, 15 തീയതികളിൽ നടത്താനിരുന്നതാണ് ഈ പരിപാടികളെല്ലാം. എന്നാൽ തിരക്ക് കാരണമാണ് ഇത് ഈ ദിവസത്തേക്ക് മാറ്റിവെച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കുംഭമേളയെ എത്രയൊക്കെ അവഹേളിക്കാനും തകർക്കാനും ശ്രമിച്ചാലും കുംഭമേള ഇത്തരത്തിൽ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ അടക്കം റെക്കോർഡുകൾ സൃഷ്ടിക്കുമെന്നാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.